പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഓ മനുഷ്യ, ഖുൽ ഇൻ കാന ആബാഉകും, നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ നോക്കുന്ന മാതാപിതാക്കളില്ലയോ, നിങ്ങൾ ഏറ്റവും വാത്സല്യത്തോടെ കാണുന്ന മാതാപിതാക്കളില്ലയോ? ഏതൊരു മനുഷ്യന്റെയും സന്തോഷത്തിലും ദുഃഖത്തിലും താങ്ങും തണലുമായി നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാ. നമ്മുടെ കൂടെയുള്ളത് മാതാപിതാക്കളാ. എപ്പോൾ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് പൊന്നുമോനെ വിഷമിക്കണ്ടടാ, പ്രയാസപ്പെടണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന മാതാവില്ലയോ, കൂടെ നിൽക്കുന്ന പിതാവില്ലയോ? ആ പിതാവിനേക്കാൾ അതുപോലെ തന്നെ അഭിനാക്കും നിങ്ങളുടെ മക്കളില്ലയോ? ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും അഭിലാഷമാണ് പിഞ്ചോമന പൈതലിന്റെ ജന്മം എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞവരുണ്ട്. വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ, ഒരു പിഞ്ചോമനെ കാണാൻ വേണ്ടി പ്രതീക്ഷയോടെ കൊതിച്ചിരിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, എത്രയോ പ്രഭാഷണ വേദികൾ പിന്നിട്ടപ്പോ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംഭാവനകൾ അർപ്പിച്ച എത്രയോ ഉമ്മമാരുണ്ടല്ലോ, എത്രയോ സഹോദരന്മാരുടെ വടച്ചവര് അവർക്ക് സാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മക്കളുണ്ടാകും എന്ന് പറയും ഏറ്റവും വലിയ സന്തോഷമാണ്. പിറന്നു വീണത് മുതൽ, ഗർഭം ധരിച്ചത് മുതൽ, പിറന്നു വീണത് മുതൽ ആ കുഞ്ഞിന്റെ ഓരോ നിമിഷങ്ങളിലെ വളർച്ചയിൽ കണ്ണും നട്ടുകൊണ്ട് മാതാവും പിതാവും നോക്കി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സന്തോഷമാണ് ഒരു മാതാവിന് പിതാവിനുള്ളത്. എന്നാൽ നിങ്ങളുടെ ഇത്തരം പോറ്റി വളർത്തിയിട്ട് സമ്പത്ത് മുഴുവനും നിങ്ങളുടെ ആരോഗ്യം മുഴുവനും ചെലവഴിക്കുന്ന നിങ്ങളുടെ മക്കളില്ലയോ? ആ മക്കളെക്കാളും അതുപോലെ തന്നെ വൈഹവാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളില്ലോ. ആരടാ എന്ന് ചോദിച്ചാ ഞാനടാ എന്ന് ധൈര്യമായി പറയാൻ എന്റെ കൂടെ നിൽക്കുന്ന പൊന്നു സഹോദരനുണ്ടല്ലോ. വാസുവാചകം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയില്ലേ? എല്ലാമായ നമ്മുടെ ഭാര്യ വിവാഹത്തിലേക്ക് നമ്മൾ കടക്കുന്നതോടുകൂടി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു ആനന്ദത്തോടെയാണ് സമാധാനത്തോടു കൂടിയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ സന്തോഷത്തോട് തന്റെ ഭാര്യയുമായി ഒത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കുതിക്കുമ്പോ ഒരുപാട് സന്തോഷം കൊണ്ട് ഹൃദയം പുഞ്ചിരിച്ചുകൊണ്ട് പുന്നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ. ആ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും വീട്ടിലേക്കൊന്ന് ചെന്നാൽ പൂമുഖവാതിൽക്കൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ പുഞ്ചിരി കാണുമ്പോ ഏതൊരു ഭർത്താവിനും സന്തോഷമല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിന്റെ താങ്ങും തണലുമായ തന്റെ ഭർത്താവ്, ആ ഭർത്താവ് തന്റെ ഏറ്റവും പ്രതീക്ഷയല്ലേ? അവരെക്കാൾ അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവളെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെന്നറിയോ? അശീറത്തുക്കും നിങ്ങളുടെ കുടുംബങ്ങളില്ലയോ? ഒരു കുടുംബം എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഐശ്വര്യമല്ലയോ? അൽഹംദുലില്ലാഹ്, ഐക്യത്തോടെ കുടുംബം നയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ സന്തോഷത്തോടെ കുടുംബം ജീവിക്കുന്ന കുടുംബ ജീവിതമുണ്ടല്ലോ. ജ്യേഷ്ഠാന്റെ സഹോദരന്മാരും സഹോദരിമാരും പെങ്ങന്മാരും എല്ലാവരും ഒത്തുചേർന്നാൽ കുടുംബമുണ്ടല്ലോ. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ പൊന്നുമോനെ, പൊന്നു സഹോദരാ, ചിന്തിക്കുക. നമ്മുടെ കച്ചവട സാധനങ്ങളുണ്ടല്ലോ, കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന കൂമ്പാരങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇതൊന്ന് ചെലവായി കിട്ടിയെങ്കിൽ എന്ന് പ്രതീക്ഷയോടെ നമ്മൾ കോടികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ കച്ചവട സാധനങ്ങളുണ്ടല്ലോ. ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീടെന്ന സ്വപ്നം. ഒരു വീടെന്ന സ്വപ്നമില്ലാത്ത ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിലോകത്തുള്ളത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു വീട് വെക്കാൻ. അതിനുവേണ്ടി പകലന്തിയോളം വ്യത്യാസമില്ലാതെ, രാപ്പകല് വ്യത്യാസമില്ലാതെ പ്രവാസ ലോകത്തേക്ക് കയറിയിട്ട് ജയിലും ചൂടും വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രവാസികളില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എപ്പോഴും ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത് പ്രവാസികളാണ്. എപ്പോഴും ഞങ്ങൾക്ക് ആവേശം നൽകുന്നത് പ്രവാസികളാണ്. എപ്പോഴും ഞങ്ങളുമായി സന്തോഷം പങ്കിടുന്നത് പ്രവാസികളാണ്. ഓരോ വളർച്ചയും സന്തോഷത്തോടെ തൊട്ട് തലോടുന്നത് പ്രവാസികളാ. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അങ്ങനത്തെ പ്രവാസ
പ്രവാസിയിലെ എല്ലാവരും ലക്ഷ്യമാണ് വീട്. ആ സമാധാനത്തോടെ സന്തോഷത്തോടെ ഉണ്ടാക്കിയ വീടുണ്ടല്ലോ, ആ വീടിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത്? അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്. പൊന്നുമോനെ, പൊന്നു പെങ്ങളെ, എന്തേ നമ്മൾ ചിന്തിക്കാതെ പോകുന്നത്? എന്തേ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്? ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് പറയുമ്പോ റസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ